Hi friends, welcome back to Spices and Flavours. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് തയ്യാറാക്കാം. ഈ വീഡിയോ ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതേസമയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ നേന്ത്രക്കായ ചിപ്സ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 നേന്ത്രക്കായാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. നേന്ത്രക്കായുടെ തൊലി കളയണ്ട, ഇത് നമുക്ക് പയറും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള തോരൻ വെക്കാം. അപ്പോൾ നമുക്കിത് സ്കിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ നേന്ത്രക്കായൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ലൈന് പോലെ നിങ്ങൾ കണ്ടോ, ഈ ലൈനിൻ്റെ അവിടെ ഈ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡും വരഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ നേന്ത്രക്കായ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് ഇതിനൊരു കറ ഉണ്ടാവും. അപ്പോൾ ആ കറ മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഈ നേന്ത്രക്കായ അതിൽ മുക്കി വെക്കണം. മുക്കി വയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നല്ല യെല്ലോ കളർ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേന്ത്രക്കായൊക്കെ മുക്കി വയ്ക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് മുക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിൽ ഈ നേന്ത്രക്കായ ഒരു 20 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ നേന്ത്രക്കായകൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇതിലിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് സ്ലൈസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ലൈസർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിതുപോലെ നൈഫ് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരേ തിക്നെസ്സിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തിക്നെസ് കൂടിപ്പോവാതെയും ശ്രദ്ധിക്കണം. ഇത് കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയിട്ട് പെട്ടെന്ന് തിന്നായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ സ്ലൈസർ യൂസ് ചെയ്തിട്ടില്ല, മൊത്തം ഞാൻ നൈഫ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈവനിങ്ങിന് നമുക്ക് സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 2 നേന്ത്രക്കായ ഉണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ബനാന ചിപ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടാവില്ല. തിക്നെസ് കൂടാതെ എല്ലാം ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ കട്ട പിടിക്കില്ല. ഒരുമിച്ച് നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ഭാഗം ഫ്രൈ ആവാതെയൊക്കെ കിടക്കും. അപ്പോൾ അതൊഴിവാക്കാനാണ് ഇങ്ങനെ നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം.
ഇനി ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബനാന നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഓയിൽ ബബിൾസ് നന്നായിട്ട് കുറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയതിന് ശേഷമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് അത് തെളിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കോരുന്നതിന് മുന്നേ നിങ്ങൾ ഉപ്പ് വെള്ളം തെളിച്ച് കൊടുത്ത് കോരിയെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചൂടുള്ള ഓയിലേക്കാണല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അധികം ഓയിലൊന്നും കുടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ബനാന ചിപ്സ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. എല്ലാ സൈഡും ഒരുപോലെ റെഡിയാവാനായിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബാച്ചും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ സൈഡിലും ഒരുപോലെ ആവാനായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല യെല്ലോ കളറുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ബനാന ചിപ്സ് ഇതുപോലെ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ചിപ്സിന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചിപ്സിനേക്കാളും ടേസ്റ്റും കൂടും. മാത്രമല്ല കുറച്ചുകൂടെ ഹെൽത്തിയുമായിരിക്കും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.